ഇത് എന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മോനുകുട്ടൻ ഇതിൻ്റെ സൈഡ് നായകനാണ് കേട്ടോ. പ്രധാന കഥാപാത്രത്തെ പറ്റിയാണ് നിങ്ങൾ കഴിഞ്ഞ 2-3 വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ദ 11 എൻ്റെ അനിയൻ. ഒരു നീണ്ട കഥ, നീണ്ട കഥ. ഇവൻ ഗൾഫിൽ പോയ വീഡിയോ കഴിഞ്ഞ മാസം ഞാൻ അപ്ലോഡ് ചെയ്തു. പിന്നെ പെട്ടെന്ന് വന്നു. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കുക എന്ത് പറ്റി, കല്യാണം വല്ലതും ആയോ, അങ്ങനെ എങ്ങനെയാണ് ഇവൻ്റെ കാലിന് എന്ത് പറ്റിയെന്നേ. അപ്പോൾ ആ കാലിന് എന്ത് പറ്റിയെന്നുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മോനുകുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം, 9ാം മാസം നേരെ വയറോട് നിൽക്കുന്ന സമയം മുത്തുമണീസ്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പോയ കഥയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് പടച്ചോ നമുക്ക് കൈകാലുകളും എല്ലാം തന്നാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്. ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്ക് സംഭവിക്കുമ്പോൾ അത് ചിലപ്പോൾ വിധിയാണ്, ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. തലേ ദിവസം രാത്രി ഞാനും അമ്മായി ആവെന്ന് പറഞ്ഞ് പോവരുതെന്ന്. അവൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മായും പറ്റിച്ച് നൈസായിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വഴി ബൈക്കും ജീപ്പും നമ്മെ കൂട്ടിയിടിച്ച് ആക്സിഡൻറ്റ് പറ്റിയതാണ്. 2 സർജറിയൊക്കെ കാലിന് കഴിഞ്ഞു, കമ്പി ഇട്ടേക്കുവാണ്. ചില കാര്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണും, നമ്മളങ്ങ് പിന്നോട്ട് മാറിക്കൊടുക്കുക. അപ്പോൾ ഒരു വലിയ ആപത്ത് മാറിക്കിട്ടാം, ചില കാര്യങ്ങൾ മാറിക്കിട്ടാം എന്നൊക്കെ ഞാൻ പിന്നീട് ഈ പെയിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും എന്തിനായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രേമിച്ച പെണ്ണ് തേച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് മൂലയിലിരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങി ഈ ചെറുക്കനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സമയത്ത് പെട്ടുപോയത് ഞാനാണ് കേട്ടോ. 2 ഓപ്പറേഷന് വേണ്ടി അമ്മ ട്രിവാൻഡ്രത്തൊക്കെ നിന്നപ്പോൾ ഞാനൊരു പൊടിക്കുഞ്ഞിനെയും ഒരാളെ വയറ്റിൽ വിട്ട് ഒരു വീട്ടിനകത്ത് വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ അണ്ണൻ സൗദി അറേബ്യയിൽ നിന്ന് പെട്ടെന്ന് കഫീലുമായിട്ടൊക്കെ വഴക്കിട്ടിട്ട് വന്നിട്ടാണ് മോനുകുട്ടൻ്റെ ഡെലിവറിയൊക്കെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഒരുപാട് ബന്ധുക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ചില നിമിഷങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമേ കാണും. അതും ഒരു കണക്കിന് ഒരു സൈഡിലൂടെ നല്ലതാണ്.